കെ.സി. മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണോ? കെ.സി. മുഖ്യമന്ത്രിയാവാൻ യോഗ്യനാണോ എന്ന ചോദ്യത്തിന് ഒരു സംശയമില്ല. കെ.സി. കേരളത്തിലെ സീനിയർ നേതാവാണ്. AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. ഇതിനു മുമ്പ് ഇവിടെ മന്ത്രിയായിരുന്നിട്ടുണ്ട്, MP ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇപ്പോഴും അത്തരത്തിൽ MLA ആയി വർക്ക് ചെയ്തിട്ടുണ്ട്. പലതരത്തിലുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. താഴെത്തട്ടിൽ നിന്ന് വളർന്നു വന്നിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് കെ.സി. യോഗ്യനാണോ എന്ന ചോദ്യത്തിന് യാതൊരു പ്രസക്തിയുമില്ല. കേരളത്തിൽ ഒരുപാട് പേർ യോഗ്യരായിട്ടുണ്ട്. സതീശനും ചെന്നിത്തലയും കെ.സിയും, ഇനി വേണമെങ്കിൽ K. മുരളീധരന്റെ പേരും കൂടി ഞാൻ പറയും. ഇവരൊക്കെ കേരളത്തിൽ മുഖ്യമന്ത്രിയാവാനും അല്ലെങ്കിൽ ഏത് സ്ഥാനം വഹിക്കാനും യോഗ്യരായ ആളുകളാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കെ.സി. വേണുഗോപാലിന്റെ ജനസമ്മതിയും നേതൃപാടവവും കേരളത്തിൽ കോൺഗ്രസിന് ഗുണം ചെയ്യുമെന്ന വാദമാണ് കെ. സുധാകരനും കെ.സി. അനുകൂലിക്കുന്നവരും പ്രധാനമായി മുന്നോട്ട് വയ്ക്കുന്നത്. അതിന് ഉദാഹരണമായി പറയുന്നത്, ഇത്തവണ വലിയ പരാതികളില്ലാതെ, വിമതരുടെ ശല്യം പോലും ഇല്ലാതെ, പ്രചാരണത്തിന് പണത്തിന്റെ കുറവ് പോലും ഇല്ലാതെയാണ് കോൺഗ്രസിലെ സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്നാണ്. അതിന് കാരണം കെ.സി. ആണ് എന്നാണ് പലരും പറയുന്നത്. ശരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ കെ.സി. ഫാക്ടർ ഉണ്ടായിട്ടുണ്ടോ? തെരഞ്ഞെടുപ്പിൽ കെ.സി. ഫാക്ടർ ഉണ്ട്, യാതൊരു സംശയവുമില്ല. അതിനൊന്നും യാതൊരു തർക്കവുമില്ല. കാരണം ഈ നേരത്തെ പറഞ്ഞതുപോലെ വളരെ കുറച്ച് സമയത്തിനകത്ത്, വലിയ വിവാദങ്ങൾ ഇവിടെ ഉണ്ടായെങ്കിൽ പോലും വളരെ കുറച്ച് സമയത്തിനകത്ത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഏതാണ്ട് പൂർത്തിയാക്കി എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. 3 ദിവസം എടുത്തിട്ടുള്ളൂ. അത് ഞാൻ പറയാൻ കാരണം, CPM 90 സീറ്റുകളിലേക്ക് ആദ്യം പ്രഖ്യാപിച്ചുവെങ്കിലും നമ്മൾ പിന്നെ കണ്ട ഒരു കാര്യം, അവസാനത്തെ 4 സീറ്റ് LDFന്റെ ആരാ സ്ഥാനാർത്ഥികൾ എന്ന് കണ്ടുപിടിക്കാൻ കുറെ സമയം എടുത്തു. അവസാനത്തെ 4 സീറ്റ്, അത് 2 സിറ്റിംഗ് സീറ്റ് അടക്കം, താനൂരും അതുപോലെ തിരുവനന്തപുരവും മറ്റ് 2 സീറ്റുകളും. എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഇത് വളരെ വേഗം നടന്നിട്ടുണ്ട്. ഹൈക്കമാൻഡിന്റെ ഇടപെടൽ അതിൽ നന്നായിട്ടുണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല, ഇത്തവണ മുമ്പ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കുള്ളതുപോലെ ഒരു ഭരണം ഇല്ലാതിരിക്കുമ്പോഴും പണം വലിയ കുറവ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് ഇത്തവണ ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ BJPയും CPMുമായി താരതമ്യം ചെയ്യുമ്പോൾ വേണ്ടത്ര പണം ഉണ്ടായില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഹോർഡിംഗ് വെക്കാനും പോസ്റ്റർ വെക്കാനും ഒക്കെ, പരസ്യം കൊടുക്കാനും. പക്ഷെ എങ്കിൽ പോലും ഒരു മത്സരത്തിന്റെ ലെവലിലേക്ക് ഇത് കൊണ്ടുവരാൻ, പ്രചരണത്തെ കൊണ്ടുവരാൻ കെ.സിക്ക് അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ കെ.സി. ഫാക്ടർ ഉണ്ട്. ഭൂരിപക്ഷം MLA മാരുടെ പിന്തുണയുണ്ടെങ്കിൽ കെ.സിക്ക് ഒരു പ്രിഫറൻസ് വരാൻ സാധ്യതയുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല.